ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് ഹയറിൻ്റെ സെമി ഓട്ടോമാറ്റിക് വാഷ് മെഷീനാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഈ വാഷ് ടൈമർ സ്റ്റേബിളായിട്ടൊരു നിൽക്കണില്ല, റിട്ടേൺ അങ്ങോട്ട് തന്നെ ഓഫിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ മെഷീന് വർക്കിങ്ങും ചെയ്യുന്നില്ല. അതിൻ്റെ ടോപ്പ് അയച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വാഷ് ടൈമറാണ് കംപ്ലൈൻറ്റ്. വാഷ് ടൈമർ പുതിയത് ഇട്ട് കൊടുത്താൽ കംപ്ലൈൻറ്റ് തീരും. ടൈമർ ക്ലോക്ക് വൈസിൽ തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ടൊരു സ്ഥലത്ത് നിൽക്കണം, പിന്നെ ഓട്ടോമാറ്റിക്കാണ് റിട്ടേൺ വരാൻ പാടുള്ളൂ. ഇതാണ് ഇതിൻ്റെ വാഷ് ടൈമർ വരുന്നത്. ഇത് സിമ്പിൾ ടൈമറാണ്, 4 വയറൊക്കെ വരുന്ന സിമ്പിൾ ടൈമറാണ്. ടൈമർ അയച്ചെടുക്കാൻ അതിൻ്റെ നോബ് ഊരിയെടുക്കുക. ഇതാണ് മാറ്റാനുള്ള ടൈമർ. ഇതിൻ്റെ ഉള്ളിലെ സ്പ്രിങ് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ഇത് റിട്ടേൺ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയ പുതിയ വാഷ് ടൈമറാണ്. 15 മിനിറ്റ്, 4 വയർ. കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്ക്രൂ ഒക്കെ ചെയ്ത്. ഇതിൽ മെയിൻ 4 കണക്ഷനാണ് വരുന്നത്. ഫസ്റ്റത്തേത് ബസർ വർക്ക് ചെയ്യാനുള്ളതാണ്. ഇതാണ് മെയിൻ കോമൺ വരുന്നത്. ഫേസ് ലൈൻ വരുന്നത് ഈ റെഡ് വയറാണ്. അതുപോലെ തന്നെ ഈ 2 വയറാണ് മോട്ടറിലോട്ട് കണക്ഷൻ പോകുന്നത്. മോട്ടർ വർക്ക് ചെയ്യാനുള്ള ലെഫ്റ്റും റൈറ്റും വയറാണത്. ഇതതിൻ്റെ സെലക്ടർ. ഇതിൻ്റെ നോർമലും അതേമാതിരി സ്ട്രോങ്ങും ചെയ്യാനുള്ള, വാഷിംഗ് ഒന്നുകൂടി സ്പീഡ് കൂട്ടാനുള്ള സ്വിച്ചിങ് നടക്കുന്നത് ഇവിടെയാണ്. ടൈമറൊക്കെ ഫിറ്റിങ് കഴിഞ്ഞ് നോബിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. രണ്ട് ഓപ്ഷനാണുള്ളത്, സ്ട്രോങ്ങും സ്റ്റാൻഡേർഡും ആണുള്ളത്. ഒന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. മോട്ടർ 2 ഭാഗത്തേക്കും റൊട്ടേഷൻ ഉണ്ട്. ഈ ടൈമറിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് റിട്ടേൺ വന്നുകൊണ്ട് നിന്നത്. ബാക്കിയൊക്കെ ചെക്ക് ചെയ്ത് സ്പിന്നും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.